വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അജ്മൽ കൂടി ചേരുന്നുണ്ട്. അതിനുശേഷം എബിൻ റോസും നമ്മോടൊപ്പം ചേരും, ഫുട്ബോൾ പരിശീലകൻ, മുൻ ഫുട്ബോൾ താരം. ഞാൻ ആദ്യം അജ്മലിലേക്ക് ഒന്ന് പോകുന്നു. അജ്മൽ, ഈ ഫ്രാൻസും മൊറോക്കോയും ഏറ്റുമുട്ടാൻ നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഫ്രഞ്ച് നിരയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷ. പ്രത്യേകിച്ചും ഗംഭീരമായി കളിക്കുകയാണ് അവർ, എന്നാലും ഒരു എക്സ്പെക്റ്റഡ് പ്ലേയിങ് 11 എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അജ്മൽ? ഇന്നത്തെ മത്സരത്തിൽ ഫ്രാൻസിനെ പിടിച്ചു കെട്ടുമോ മൊറോക്കോ? അതേ എൽദോ, നമ്മൾ ഇന്നത്തെ സ്ക്വാഡ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇരു ടീമും മൊറോക്കോയും ഫ്രാൻസും ഒരേ ഫോർമേഷൻ തന്നെയാണ് ഇറങ്ങുന്നത്. 4-2-3-1 ആ ഒരു ഫോർമേഷൻ തന്നെയാണ് ഫ്രാൻസും മൊറോക്കോയും തന്നെ ഇറങ്ങുന്നത്. നമുക്ക് നിലവിൽ ഫ്രാൻസിൻ്റെ സ്ക്വാഡിൽ ഒരു മാറ്റം നമുക്ക് അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല. കാരണം ദശാംസിൻ്റെ ഒരു ഐഡിയൽ സ്ക്വാഡ് തന്നെയാണ് എന്നും ഇറങ്ങുന്നത്. അതിൽ എംബാപ്പെ നയിക്കുന്ന മുന്നേറ്റ നിരയും അതോടൊപ്പം തന്നെ മധ്യനിരയിൽ തന്നെ ഒലീസയും ഡെമ്പലയും ഉണ്ട്. ഇതുവരെ ഇതുവരെയുള്ള ഫ്രാൻസിൻ്റെ മത്സരം നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ വിശകലനം ചെയ്യുവാണെങ്കിൽ അനായാസ ജയം നേടിക്കൊണ്ടാണ് അവർ മുന്നേറിയത്. ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് പ്രീ ക്വാർട്ടറിൽ മാത്രമായിരുന്നു അന്ന് ആ പരഗയ്ക്കെതിരെയുള്ള മത്സരം. അത് ശരിക്കും ഒരു ഫുട്ബോൾ മത്സരമായിരുന്നില്ല. ശരിക്കും പരഗെ ഗോൾ അടിക്കാൻ വേണ്ടിയല്ലായിരുന്നു കളിച്ചത്, ഒരു പ്രകോപനം ആയിരുന്നു അവരുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നത്. ശരിക്കും നമ്മളൊരു ഫുട്ബോൾ മാച്ചിനൊരു സൗന്ദര്യമോ ഒന്നും ആ ഒരു മത്സരത്തിലില്ലായിരുന്നു. എതിർ സൈഡിൽ നിന്ന് പരാഗയോ ഒരാവശ്യമില്ലാതെ ഫ്രഞ്ച് താരങ്ങളെ പ്രകോപിപ്പിക്കുമായിരുന്നു. ഈ വെയിലിരിക്കുന്ന പാമ്പിനെ തലയെ വെച്ചെന്ന അവസ്ഥ പോലെയാണ് പരാഗയ്ക്കെതിരെ കിട്ടിയ ഒരു പെനാൽറ്റി. ആ ഒരു പെനാൽറ്റി അടിച്ചുകൊണ്ട് മാത്രമാണ് അന്ന് ഫ്രാൻസിന് ജയിക്കാൻ സാധിച്ചത്. അല്ലാതെ ആ മാച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ പരാഗെ ഫ്രാൻസിന് ഒരു തരത്തിലും ഗോൾ അടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം അവിടുത്തെ കളിക്കാരെ എങ്ങനെ പരിക്കേൽപ്പിക്കാം, എങ്ങനെ മറിച്ചിടാമെന്ന് മാത്രമാണ് അന്നത്തെ കളി പരാഗ നോക്കിയത്. പക്ഷേ നമ്മൾ മൊറോക്കോയുടെ മത്സരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൊറോക്കോ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ കരുത്തരായ ബ്രസീലിനെ സമനിലയെ തളച്ചുകൊണ്ട് തന്നെയാണ് അവർ വന്നത്. പിന്നീട് അവർക്ക് ഒരു പിന്നോട്ട് പോക്കുണ്ടായിട്ടില്ല. എല്ലാ മത്സരത്തിലും വിജയിച്ചു. റൗണ്ട് ഓഫ് 32-ൽ ഈ വർഷത്തെ വേൾഡ് കപ്പ് വിജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്ത നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തകർത്തുകൊണ്ടാണ് അവർ മുന്നേറി വന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ഒരു മത്സരം ഫ്രാൻസിന് കുറച്ചും കൂടി കടുകട്ടിയായിരിക്കും. ഇതുവരെ വന്ന ഒരു അനായാസ മത്സരമായിരിക്കില്ല ഈ ഒരു മത്സരം. കുറച്ച് കടുകട്ടി മത്സരമായിരിക്കും ഇന്ന് ഫ്രാൻസ് നേരിടാൻ പോകുന്നത്. കാരണം അതിൽ അഷ്റഫ് ഹക്കീമി നയിക്കുന്ന മൊറോക്കോയുടെ പ്രതിരോധ കോട്ട, എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസിൻ്റെ ആ ഒരു ഫോർവേഡ്, ആ ഒരു അറ്റാക്കിംഗ് നിരയ്ക്ക് മറികടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും. നിശ്ചിത സമയത്തിനുള്ളിൽ 90 മിനിറ്റിനുള്ളിൽ ഫ്രാൻസിന് ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ടാണ് മത്സരം നീളുന്നതെങ്കിൽ ഒരുപക്ഷെ വിജയം, എൻ്റെ മനസ്സ് പറയുന്നത് അത് മൊറോക്കോയോടൊപ്പമാണെന്നാണ്. കാരണം ഓൾറെഡി അജ്മലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ഞാൻ എബിൻ റോസിലേക്ക് പോവുകയാണ്. എബിൻ, ഈ മൊറോക്കോയും ഫ്രാൻസും ഏറ്റുമുട്ടുമ്പോൾ അതും ക്വാർട്ടർ ഫൈനലാണ്. ക്വാർട്ടർ ഫൈനലിൽ അത്തരത്തിലൊരു പോരാട്ടം കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ടു. സെമി ഫൈനൽ